വയനാട് പിന്നെ മത്സരം ആ അർത്ഥത്തിലില്ല. ഇന്നലെ സത്യൻ മൊകേരി തന്നെ പറഞ്ഞു ജയിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല, പക്ഷേ ഭൂരിപക്ഷം കുറയും എന്നാണ് സത്യൻ മൊകേരി പറയുന്നത്. പൊളിറ്റിക്കൽ ഫൈറ്റ് ചെയ്യാൻ കൊടുത്തു എന്നാണ് സത്യൻ മൊകേരി പറയുന്നത്. മാത്രമല്ല 9% ഇടിവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. അത് UDF കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്വപ്നം 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ആയിരുന്നു. ഒരു 3 ലക്ഷത്തിൽ താഴെയുള്ള ഭൂരിപക്ഷമല്ലേ പ്രിയങ്കയ്ക്ക് കിട്ടും? 1 ലക്ഷത്തോളം വോട്ടുകൾ കഴിഞ്ഞ തവണയിൽ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് പോൾ ചെയ്തതിൽ. അത് BJP CPM കേന്ദ്രങ്ങളിൽ ഒരു മടുപ്പുണ്ടായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി ആ കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാൻ എത്താതിരുന്നതാണോ, അതോ പ്രിയങ്ക ഗാന്ധിയുടെ ക്യാമ്പിൽ കൂടുതൽ അമിത ആത്മവിശ്വാസം കൊണ്ട് എത്താതിരുന്നതാണോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും UDFൻ്റെയും LDFൻ്റെയും BJPയുടെയും വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, അവിടെ കൃത്യമായ മത്സരമില്ല, ക്യാമ്പയിനിങ്ങിൽ പോലും ഒരു മടുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പോളിംഗ് കുറയും. ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്ര എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം എനിക്കൊരു ആകാംക്ഷയുള്ള കാര്യം, BJP K സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഏകദേശം 140 വോട്ട് പിടിച്ചു. നവ്യ ഹരിദാസിനെ പോലെ തുടക്കത്തിൽ തീർത്തും അപ്രസക്തമെന്ന് കരുതിയ ഒരു സ്ഥാനാർത്ഥി നല്ല രീതിയിൽ ഫൈറ്റ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അവരൊരു വോട്ട് പിടിച്ചാൽ അവർ BJP ക്യാമ്പിലൊരു താരമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല നേതാവായിട്ട് വളർന്നു വരും. അപ്പോൾ അങ്ങനെ ഒരു നേതൃത്വത്തിൻ്റെ ഉദയം അവിടെ ഉണ്ടാകുമോ? സുരേന്ദ്രൻ പിടിച്ച അത്രയും വോട്ടില്ലെങ്കിലും 1 ലക്ഷത്തിൽ പുറത്ത് വോട്ട് പിടിച്ചാൽ തന്നെ നല്ല മത്സരമായിരിക്കും. തീർച്ചയായിട്ടും നല്ല ഒരു എനിക്കൊന്ന് അവിടെ RSS നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ആ മേഖലയിൽ, വയനാട് മേഖലയിൽ. പക്ഷേ പ്രേക്ഷകർക്കറിയാം, മാത്രമല്ല ക്രിസ്ത്യൻ ബെൽറ്റും നിർണായകമാണ്. ഇത്തവണ മുനമ്പത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണം ഉള്ളത് കൊണ്ട് തന്നെ വയനാട്ടിൽ 1,25,000 ഒക്കെ 1.25 ലക്ഷമൊക്കെ നവ്യ പിടിക്കുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ അപ്പോഴും പ്രിയങ്കയുടെ ഭൂരിപക്ഷം 5-ന് മുകളിൽ പോകില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് 3 ലക്ഷത്തിൽ താഴുമോ, കഴിഞ്ഞ തവണയുള്ള 3,60,000 അടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. താഴെയായി കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരത്തിന്റെ മാറ്റു കുറയുന്ന കാര്യം ഉറപ്പാണ്, സംശയമില്ല. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഉണ്ട്, എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും 3 മുതൽ 4% വരെ ഇടിവ് എല്ലാ പോളിംഗിലും രേഖപ്പെടുത്താറുണ്ട്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടത്തിൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് 3 മണ്ഡലങ്ങളിലെയും ഇപ്പോഴുള്ള അന്തിമ ചിത്രം. നമുക്ക് നാളെ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഉണ്ടാവുക. റിപ്പോർട്ടറിന്റെ സൂപ്പർ മാജിക് സ്ക്രീനിൽ റിപ്പോർട്ടറിന്റെ 18 റിപ്പോർട്ടർമാർ ഫീൽഡിൽ നിന്ന് വളരെ വേഗം ശരവേഗത്തിലായിരിക്കും കണക്കുകൾ പ്രേക്ഷകർക്കൊപ്പം എത്തിക്കുക. നമ്മളുടെ റിപ്പോർട്ടറിന്റെ സ്ക്രീനിൽ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ രാവിലെ 5 മണി മുതൽ തന്നെ ഈ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും സന്നാഹങ്ങളും വിവരങ്ങളും തത്സമയം സ്ക്രീനിൽ എത്തിച്ചുകൊണ്ടിരിക്കും.